കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നൽകി തന്നതായ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവെഴുത്തുകളുടെ ധ്യാനത്തിനായിട്ട് യിരെമ്യാ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കാം. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? ഈ തിരുവെഴുത്തുകളെ നാം പല പ്രാവശ്യം വായിച്ചും പഠിച്ചും അനേക വിശുദ്ധന്മാരിൽ നിന്നും ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ആലോചനകൾ നാം കേട്ടിട്ടുള്ളതുമാണ്. ദൈവത്തിന് സ്തോത്രം. നേരിട്ട് പ്രവാചകനോട് ചോദിക്കുന്നതായ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥകൾക്ക് അവരുടെ ജീവിതത്തിൽ വന്ന പരീക്ഷാഘട്ടങ്ങളിൽ അവർക്കുണ്ടായ തളർച്ചയിലും പ്രതികൂല സമയത്ത് പ്രതിസന്ധിയായ അനുഭവങ്ങളിൽ നീ കാലാൾക്കളോട് ഓടുമ്പോൾ ക്ഷീണിച്ചു പോയാൽ കുതിരയോട് എങ്ങനെ മത്സരിച്ച് ഓടും? എന്നിട്ട് പറയുകയാണ്, യോർദാൻ്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യുവാൻ കഴിയും എന്നതായ ചോദ്യത്തിന് മുൻപിൽ ഈ തിരുവെഴുത്തിൽ നിന്ന് അവസാനമായി നാം വായിച്ചു കേട്ടതായ ആ വേദഭാഗം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വേർതിരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അവസാന ഭാഗം ഒന്നുകൂടെ നാം വായിക്കാം. യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? വായിച്ചാട്ടെ. എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പലതരത്തിലുള്ളതായ പരീക്ഷകൾ, പരിശോധനകൾ നിറഞ്ഞതായ ഒരു അനുഭവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സമയം തുടങ്ങി കനാൻ ദേശത്തിലേക്ക് എത്തിച്ചേരുന്ന ആ സമയം വരെയും വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ അവർ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം അവരെ നടത്തി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ദൈവം നമ്മെ കൈവിട്ടത് കൊണ്ടാണ്. ഒരുപക്ഷെ അവരും വിചാരിച്ച് കാണും, പലപ്പോഴും അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. മരുഭൂമി യാത്രയിൽ വന്ന പ്രതികൂല സമയത്ത് ആദ്യമായി അവർ ചിന്തിച്ചത് എന്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. പല സമയങ്ങളിലും അവരതുമായിട്ട് സംബന്ധിച്ച് തമ്മിൽ സംസാരിച്ച് അവർ ചില സമയങ്ങളിൽ ഒരു തീരുമാനമെടുത്തു, നമുക്ക് മടങ്ങിപ്പോകാം, മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാം. കാരണം ഈ പ്രതികൂലങ്ങൾ സഹിച്ച് എങ്ങനെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുമെന്നതായ ചിന്താഗതി അവരുടെ ഉള്ളിലേക്ക് പല സമയങ്ങളിലും കടന്നു വന്നു. പ്രതികൂലം വന്നപ്പോൾ അവർ ചിന്തിച്ചു നോക്കിയത്, അല്ലെങ്കിൽ അവരുടെ മുൻപിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് തരണം ചെയ്ത് പോകുവാൻ കഴിയത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ ചിന്താഗതി. മറുഭാഗത്ത് അവരെ നടത്തിയത് അന്നത്തേതായ നടത്തിപ്പുകാരനായ മോശയോ അല്ലെങ്കിൽ അഹ്റോനോ ജോസുവയോ അല്ല എന്ന് അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അവരെ നടത്തിയത് അവർ തന്നെയാണെന്നുള്ളൊരു തെറ്റായ ചിന്താഗതി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പല സമയങ്ങളിലും അവർക്ക് നേരെ അവർ പെരുവിറുക്കാൻ തുടങ്ങുന്നു. അവരുടേതായ രീതി അനുസരിച്ച് ഇവരിങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഈ പ്രതികൂലം ഞങ്ങൾക്ക് വന്നത് എന്നതായ ഒരു ചിന്താഗതി അവരുടെ ഉള്ളിലേക്ക് ഉയർന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവരുടെ ആത്മീക ജീവിതത്തിൽ ഉയർന്നും താന്നും പല രീതിയിലും അവർ പ്രതികരിച്ചും അനുഗ്രഹം കിട്ടുമ്പോൾ ദൈവത്തെ സ്തുതിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നേരെ പെരുവെറുക്കുകയും ഇതുപോലെയുള്ളതായി പിന്മാറ്റത്തിൻ്റെ ആത്മാവ് ചിലരുടെ ഉള്ളിലേക്ക് കടന്നു വരികയും അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു കൂട്ടർ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുകയും മറ്റൊരു കൂട്ടർ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് പൊതുസഭയെയും മറ്റുള്ളവരെയും നിരാശപ്പെടുത്തുന്നതായ വാക്കുകൾ പറഞ്ഞ് അവരെ ഒട്ടുമൊത്തം അവരുടെ ധൈര്യത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞ് പല സമയങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ളതായ അനുഭവത്തിൽ കൂടെയൊക്കെയാണ് ദൈവം അവരെ നടത്തിയത്. എന്നാൽ ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വേദപുസ്തകം നന്നായി വായിച്ച് പഠിക്കുന്ന ഒരു ദൈവപൈതലിനെ അറിയാം, നമ്മെ നടത്തുന്നത് ഒരു നടത്തിപ്പുകാരനല്ല, അല്ലെങ്കിൽ ലോകത്തിൽ ഒരു വ്യക്തിയല്ല. നമ്മെ നടത്തുന്നത്, ഓരോ ദൈവമക്കളെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവമാണ്.
അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ രാത്രിയും പകലും ഒരുപോലെ അവരെ നടത്തേണ്ടതിന്, അവർക്ക് വഴി കാണിക്കേണ്ടതിന് ദൈവം അവർക്ക് മുൻപേ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായിട്ട് അവരെ നടത്തിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ശത്രു ഈ കാര്യത്തെ നമ്മുടെ കണ്ണുകളിൽ മറച്ചു കളഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ നോക്കുന്നതിന് പകരമായിട്ട് പ്രശ്നങ്ങൾ മറ്റുള്ളവരിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ടായി, ഈ പ്രശ്നം ദൈവം എന്തിന് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് സ്വയം പരിശോധിക്കുന്നതിന് പകരമായി നമ്മുടെ ദൃഷ്ടിയെ മറ്റുള്ളവരിലേക്ക്, നടത്തിപ്പുകാരിലേക്ക്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാണെങ്കിൽ ഭർത്താവിലേക്ക്, ഭാര്യയിലേക്ക്, മക്കളിലേക്ക്, മറ്റുള്ളതായ വ്യക്തിയിലേക്ക് തിരിച്ചുവിട്ടിട്ട് യഥാർത്ഥമായ ഒരു വിടുതൽ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുവാൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തെറ്റുകളോ നമ്മുടെ പോരായ്മകളോ മുഖാന്തരമായിട്ട് സംഭവിച്ചതായ പരാജയങ്ങളെ സമ്മതിക്കുവാൻ ശത്രു അനുവദിക്കാതെ നമ്മെ ദിശതിരിച്ചു വിട്ടിട്ട് ദൈവത്തെ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ക്രമീകരണം വരുത്തുവാനോ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനുള്ളതായ ആഗ്രഹം പോലും ഹൃദയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിട്ട് സ്വയം നമ്മെ നീതീകരിച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ മിശ്രം വിട്ടു, അല്ലെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, ദൈവത്തിന് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തു, എനിക്ക് ഇത്ര വർഷത്തെ അല്ലെങ്കിൽ പരിചയമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്നു എന്ന് സ്വയപ്രശംസ കൊണ്ട്, സ്വയമായി നീതി കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ ദൈവത്തെ കുറ്റം വിധിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, ഈ ആഴ്ചയിൽ പ്രാർത്ഥനയിൽ കടന്നു വന്ന് പല പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ദൈവശബ്ദം കേട്ടും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉയർച്ചയ്ക്കും തടസ്സമായിരുന്നത് ദൈവമോ മറ്റൊന്നുമല്ല ഞാൻ തന്നെയാണെന്ന് സ്വയം മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് എത്ര പേർക്ക് സാധിച്ചു? അങ്ങനെ പ്രാർത്ഥിച്ചവർ ഒന്ന് കരമുയർത്തി ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ താഴ്ത്തി സമർപ്പിച്ചാട്ട്, കർത്താവേ, എൻ്റെ പ്രശ്നങ്ങൾക്ക്, എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ അങ്ങയെ നോക്കിയ സമയം മുതൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. എപ്പോൾ എൻ്റെ ദൃഷ്ടി ദൈവത്തിൽ നിന്ന് മാറിയോ അപ്പോൾ പ്രതികൂലങ്ങൾ എനിക്ക് ഉണ്ടായി. അത് തിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റ് എൻ്റെ ഭാഗത്താണ്. കർത്താവ് ഒരിക്കലും തെറ്റുകാരനല്ല. തൻ്റെ അവസാനത്തുള്ളി രക്തവും എനിക്ക് വേണ്ടി നൽകി തന്നാണ് എന്നെ വീണ്ടെടുത്തത്. കരുണ കൂടാതെ തൻ്റെ പുറത്ത് ചാട്ടവാട് കൊണ്ട് അടിച്ചപ്പോൾ, മുൾക്കിരീടം വെച്ച് അടിച്ചമർത്തിയപ്പോൾ, തൻ്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോൾ, തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പാഞ്ഞൊഴുകിക്കൊണ്ടിരുന്നപ്പോൾ, അങ്ങ് ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിരൂപിക്കപ്പെട്ടിട്ടും ഈ കഷ്ടത ഏറ്റുവാങ്ങിയത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ തന്നെയാണ് തെറ്റുകാരൻ എന്ന് പറയുന്നവർ എത്ര പേരുന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറഞ്ഞാട്ട്, കർത്താവേ, എന്നെ നീ നടത്തുന്നത് ഏത് മരുഭൂമിയിലാണെങ്കിലും എന്നെ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വചനം പറയുന്നത് അവർ കാൽ വീങ്ങിപ്പോയിട്ടില്ല, അവരുടെ വസ്ത്രം ജീർണിച്ച് പോയിട്ടില്ല, അവർക്ക് വേണ്ടതായി എല്ലാം ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഈ ദൈവത്തെ കണ്ടുമുട്ടിയ സമയം തുടങ്ങി നിനക്ക് എന്തിന് ദൈവം പോരാത്തവനായിരുന്നു? നിന്റെ ഭവനത്തിന് എന്തിന് പോരാത്തവനായിരുന്നു? നിന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക്, നിന്റെ ആത്മീക നന്മകൾക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിനക്ക് വേണ്ടതായി ഓരോന്നും എത്രയോ പേർ പട്ടിണി കിടന്ന് ദാഹിച്ചും വിശന്നും നടന്നപ്പോൾ ദൈവം നിന്നെ പോഷിപ്പിച്ചില്ലേ? ദൈവം നിന്നെ നടത്തിയില്ലേ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലേ? ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ലേ? ഇന്നും ദൈവം നിനക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് നിന്നെ അത്ഭുതവും അതിശയമായി നടത്തുവാൻ ആ ദൈവം വിശ്വസ്തനല്ലേ? നിനക്ക് എന്ത് പറയുവാൻ സാധിക്കും? ഇസ്രായേൽ ജനത്തോട് ഒരിക്കൽ ദൈവം ചോദിച്ചു, ഞാൻ നിനക്ക് എന്തിന് പോരാത്തവനായിരുന്നു? ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ചോദിക്കുകയാണ്, തൻ്റെ ജനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തിന് പോരാത്തവനായിരുന്നു? ഒരിക്കൽ ഒരു പ്രാർത്ഥനയിൽ, ഒരു സുവിശേഷ വേലക്കാരുടെ പ്രാർത്ഥനയിൽ, ഞങ്ങൾ 2-3 പേര് മാത്രമേ ഉള്ളൂ രാവിലത്തെ പ്രാർത്ഥനയിൽ, ദൈവത്തിൻ്റെ വചനം, ഈ വചനം ഞങ്ങളോട് ഇടപെട്ടപ്പോൾ ഒരുപാട് സമയം ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തിന് പോരാത്തവനായിരുന്നു? ഇന്ന് രാവിലെ സമയം മൗനമായി നിന്റെ കണ്ണുകളെ അടച്ച് ഈ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഹൃദയത്തിലേക്ക് ഒന്നുകൂടെ ധ്യാനിച്ചുകൊണ്ട്, നിന്റെ ജനനം മുതൽ, നീ ദൈവത്തെ കണ്ട നാൾ മുതൽ,
ദൈവത്തെ അറിഞ്ഞ സമയം മുതൽ, ഈ സത്യത്തിലേക്ക് കടന്നു വന്ന സമയം മുതൽ നിന്റെ ജീവിതത്തിൽ എത്രയോ ഉയർച്ചകൾ വന്നപ്പോഴും താഴ്ചകൾ വന്നപ്പോഴും, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടപ്പോഴും, ദൈവത്തിൽ നിന്ന് ദൂരമായപ്പോഴും, ദൈവത്തെ നീ അറിഞ്ഞോ അറിയാതെയോ തള്ളിപ്പറഞ്ഞപ്പോഴും, ഒരുപക്ഷെ പരസ്യമായി നിനക്ക് സമ്മതിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ഹൃദയം കൊണ്ടെങ്കിലും പലപ്പോഴും നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവത്തെ മറന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് ദൂരമായി പോയപ്പോൾ, ദൈവത്തെ വിട്ടുകളഞ്ഞപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം എന്തിന് പോരാത്തവനായിരുന്നു? ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം നീ ചിന്തിച്ചാട്ടെ. നിനക്ക് തന്നിരിക്കുന്ന നന്മകൾ ദൈവം തന്നതല്ലേ? നിന്നെ നടത്തിയത് ദൈവമല്ലേ? നീ പുറമോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പരീക്ഷകൾ നീ എങ്ങനെ കടന്നു വന്നു എന്ന്, ഈ പ്രതികൂലങ്ങൾ എങ്ങനെ കടന്നു വന്നു എന്ന്, നിന്റെ കഷ്ടത എങ്ങനെ കടന്നു വന്നു എന്ന്, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യവും നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും നിന്റെ ഭവനത്തിന്റെ അവസ്ഥയും, പലപ്പോൾ നീ ശാരീരികമായി ബലപ്പെട്ട് തളർന്നും ക്ഷീണിച്ചും ഒരിക്കലും എഴുന്നേൽക്കുവാൻ പോലും പറ്റാത്തതായ അവസ്ഥയിൽ കൂടെ കടന്നുപോയ സമയത്തും ദൈവം തന്റെ കൈ പിടിച്ച് നിന്നെ നടത്തിയില്ലേ? നീ ഒരിക്കൽ ഇന്ന് പകൽക്കാലം ചിന്തിച്ചാട്ടെ, എവിടെ നിന്നാണ് ദൈവം നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ഇന്ന് പകൽക്കാലം നീ ഒന്ന് വിലയിരുത്തിയാട്ടെ. നീ തന്നെ വന്നുവോ? ഇല്ല, ദൈവം തന്റെ കരം പിടിച്ചു. വീണുപോയപ്പോൾ ദൈവത്തിന്റെ കരം നിന്നെ താങ്ങി. നാശകരമായി കുഴിയിലും കുഴഞ്ഞതായി ചേറ്റിലും കിടന്നതായ നിന്നെയും എന്നെയും വീണ്ടെടുത്ത് ആരും നമ്മോട് കരുണ കാണിക്കാതെ പോയപ്പോൾ, നമ്മെ കണ്ടവർ നമ്മെ മുഖം തിരിച്ചു പോയപ്പോൾ അവർക്കറിയാം അവർക്ക് സഹായിക്കാൻ പറ്റുകയില്ല എന്ന്, അവർക്ക് നമ്മെ വിടുവിപ്പാൻ പറ്റുകയില്ല എന്ന് അറിയാം. അതേ, നിന്റെ ജീവിതവും അതുപോലെ അല്ലായിരുന്നുവോ? നീ അങ്ങനെയുള്ളതായ പരീക്ഷകളിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, നിരാശയിൽ കൂടെ, ദുഃഖത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എല്ലാവരും മുഖം തിരിച്ചില്ലേ? എല്ലാവരും കണ്ണ് നിന്റെ മുൻപിൽ അവരെ കണ്ണടച്ച് പോയപ്പോൾ നിന്നെ കണ്ടവനായ ഒരു ദൈവം മാത്രമല്ലേ ഉള്ളത്? അവൻ എന്തിന് നിനക്ക് പോരാത്തവനായിരുന്നു? ദൈവസന്നിധിയിൽ കരമുയർത്തി, കർത്താവേ, അങ്ങ് എന്നെ നടത്തിയത് കൊണ്ടാണ്, അങ്ങ് എന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ്, അങ്ങ് എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടാണ്, അങ്ങ് എന്നെ തള്ളിക്കളയാത്തത് കൊണ്ടാണ്, അങ്ങ് എന്നോട് കരുണ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. എന്റെ കഴിവല്ല കർത്താവ്, അവിടുത്തെ കരുണ ഒന്ന് മാത്രമാണ്. ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ഇവിടെ വരെ എത്തിച്ചേർന്നത് അങ്ങയുടെ ദയ ഒന്ന് മാത്രമാണ്. ദാവീദ് ഒരിക്കലും നിന്ന് കരഞ്ഞു, എൻ്റെ സ്വന്തം അപ്പനും അമ്മയും എന്നെ മറന്നുപോയി, എന്നാൽ എൻ്റെ ദൈവം എന്നെ ചേർത്തുകൊണ്ടു. അപ്പനും അമ്മയെയും മറന്നപ്പോഴും, മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിച്ചപ്പോഴും, നിന്നെ ചേർത്ത് പിടിക്കുവാൻ ലോകത്തിൽ ആരുമില്ലാതിരുന്നപ്പോൾ നിന്റെ ദൈവമല്ലേ നിന്നെ ചേർത്ത് പിടിച്ചത്? നിന്റെ ദൈവമല്ലേ നിന്നെ ചേർത്ത് പിടിച്ചതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ ദൈവ സന്നിധിയിൽ നീ എത്രമാത്രം നിന്നെ താഴ്ത്തി. ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഏതോ നിന്റെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട്, കഴിവുകൊണ്ട്, ആരോഗ്യം കൊണ്ട്, പ്രാപ്തി കൊണ്ട്, ജ്ഞാനം കൊണ്ട്, സമ്പത്ത് കൊണ്ട് നീ ജീവിക്കുന്നു വിചാരിക്കുന്നുവോ? ഈ ദൈവസന്നിധിയിൽ താഴ്ത്തിയാട്ടെ. ഇത് ഒന്നുമല്ല നിന്നെയും എന്നെയും നടത്തുന്നത്. ദൈവത്തിന് നമ്മോടുള്ളതായ ചില ഉടമ്പടിയുണ്ട്, പിതാക്കന്മാരോട് ചെയ്തതായ ചില വാഗ്ദത്തങ്ങളുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് നൽകി തന്നതായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. അവനിലൂടെയാണ് ദൈവം നമ്മെ കാണുന്നത് കൊണ്ട്, ആ കാൽവരി ക്രൂസിൽ കൂടെ നമ്മെ വീണ്ടെടുത്തത് കൊണ്ട് പിതാവ് നമ്മോട് ക്ഷമ കാണിച്ചു, കരുണ കാണിച്ചു. ദൈവം നമ്മോട് ക്ഷമിച്ചു, ദൈവം നമ്മോട് ദയ കാണിച്ചതല്ലാതെ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും പ്രശംസിക്കുവാൻ, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട്, നീതി കൊണ്ട് ഇവിടെ വരെ വന്നു എന്ന് പറയുവാൻ ഒറ്റ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. ദൈവം എന്നെ നിലനിർത്തി എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിൽക്കുന്നു എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. എന്നിട്ട് പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാലാണ്, എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. വീണ്ടും താൻ പറയുന്നു, ഞാനത് പ്രാപിക്കാമെന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ, ഞാൻ തികഞ്ഞവനെന്ന് ഒരിക്കലും നിരൂപിക്കുന്നില്ല. ആത്മീക ജീവിതത്തിൽ ആരും തികവ് പ്രാപിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടതായ നമ്മുടെ ഒരു സെൻട്രപ്പച്ചൻ ഒരിക്കൽ തന്നെ കാണുവാൻ കടന്നുപോയതായ ശുശ്രൂഷകരോട്
താൻ പറഞ്ഞതായ ഒരു വാക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. സീൽ സാമുവലപ്പച്ചൻ താൻ അവസാന സമയമായപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചില ശുശ്രൂഷകർ തൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവരോട് പറഞ്ഞതായ കാര്യം, നിങ്ങളാരും പൂർണ്ണരല്ല എന്ന് പറയുകയുണ്ടായി. അവർക്ക് ആകപ്പാട് വിഷമം വന്നു, ആകപ്പാട് ബുദ്ധിമുട്ട് വന്നു. എന്നിട്ട് തന്നെ വിരൽ ചൂണ്ടിയിട്ട് താൻ പറയുകയുണ്ടായി, ഞാനും പൂർണ്ണനല്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ ഞാൻ പൂർണ്ണത പ്രാപിക്കുന്നുവോ ആ സെക്കൻഡിൽ കർത്താവ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. അത് പറഞ്ഞിട്ട് ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധനെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഓടുന്നതേ ഉള്ളൂ, നിൽക്കുന്നു എന്നേ ഉള്ളൂ. പ്രശംസിക്കുവാൻ എനിക്ക് ഒന്നുമില്ല. മരുഭൂമിയിൽ പരീക്ഷകൾ, പരിശോധനകൾ എന്തിനു വേണ്ടി? നമ്മെ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ വായിച്ചതായി തിരുവെഴുത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ പ്രിയമുള്ളവരെ. യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവൈതലിന് യോർദാൻ എന്നതായി പരീക്ഷയെ, യോർദാൻ എന്നതായി പ്രതികൂലത്തെ എങ്ങനെ അവർക്ക് കടന്ന് മറുകരയിൽ ചെന്ന് അവർ അവകാശം പ്രാപിക്കുവാൻ സാധിക്കും? ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആ ഒരു ഭാഗം മാത്രം ഞാൻ വേർതിരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. വായിച്ചാട്ട് 12-5 വാക്യത്തിലാണ് വായിച്ചതായി വേദഭാഗത്തോട് യിരെമ്യാ പ്രവചനം 49:19 50-14 വാക്യം വായിക്കുമ്പോൾ ഈ യോർദാന്റെ വൻകാട്ടിൽ സിംഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. 49:19 50-44 വാക്യം. ഈ 2 സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് യോർദാന്റെ വൻകാട്ടിൽ സിംഹമുണ്ട്. വായിക്കാം. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന ദൈവത്തിന് സ്തോത്രം. യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്നതുപോലെ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറയുമ്പോൾ ദൈവമക്കളുടേതായ ജീവിതത്തിൽ പരീക്ഷകളെ കൊണ്ടുവരുന്നതായ, അലറുന്നതായി സിംഹം പോലെ ഉയരുന്നതായ സാത്താന്യ ശക്തികളെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് തനിക്ക് നന്നായിട്ട് അറിയാം. സാത്താന്യ ശക്തികൾ പല പ്രാവശ്യം തൻ്റെ ജീവിതത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്തപ്പോൾ തനിക്ക് സംഭവിച്ചതായ പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പത്രോസ് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, സാത്താൻ അലറുന്നതായി സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്ന് വെച്ച് ഊടാടി ചുറ്റി നടക്കുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നു. അവനെ എങ്ങനെ ജയിക്കാം, എങ്ങനെ എതിർത്ത് നിൽക്കാം, അതിന് ദൈവമക്കൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് പത്രോസ് വളരെ വ്യക്തമായി പറയുന്നു. പത്രോസ് 2 പ്രാവശ്യം സാത്താനീയ ശക്തിയാൽ പരീക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിനുള്ളത് ചിന്തിക്കാതെ മാനുഷികമായതിന് ചിന്തിക്കേണ്ടതിന് ദൈവപുത്രനായി ക്രിസ്തുവിനോട് ഒപ്പമായിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ശത്രു സാത്താൻ പത്രോസിന്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാത്താൻ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് വിരോധമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ദൈവഹിതത്തിന് അന്യമായത് പറയിപ്പിക്കുവാനും ചിന്തിക്കുവാനും ഒരു ദൈവവൈതനെ ഉപയോഗിക്കും. ഒരുപക്ഷെ അത് ശുശ്രൂഷകരായിരുന്നാലും അത് അങ്ങനെ തന്നെ സംഭവിക്കും. യേശു വീണ്ടെടുത്തതായ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതായ തൻ്റെ ഒപ്പം ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കുമായിട്ട് കൊണ്ടു നടന്ന് തന്നോടുകൂടെ ആയിരുന്ന പത്രോസിന്റെ ഉള്ളിൽ ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ സാത്താൻ അകത്ത് കടന്നിട്ട് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നിനക്ക് അരുത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശുവിന് തന്നോട് സ്നേഹം ഉണ്ടായിട്ടില്ല. യേശുവിന് തന്നോട് യാതൊരു ആദരവും ഉണ്ടായിട്ടില്ല. നമ്മോട് ആരെങ്കിലും ഒരു അനുകമ്പ കാണിക്കുമ്പോൾ അത് ഏത് രീതിയിലാണെന്ന് നമ്മൾ വിവേചിച്ചില്ലെങ്കിൽ അതിൽ കൂടെ പ്രവർത്തിക്കുന്ന സാത്താനീയ ശക്തികൾ ദൈവഹിതത്തിൽ നിന്നും ദൈവ ഇഷ്ടത്തിൽ നിന്നും ഒരു ദൈവവൈതലിനെ അന്യപ്പെടുത്തി കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ഒരു ചിന്താഗതിയാണ് എന്ന് യേശു ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, കൂട്ടുനിന്നിട്ടില്ല. അതിനെ വിവേചിക്കുവാനുള്ളതായ ആ ദൈവിക ശക്തി ക്രിസ്തുവിലുള്ളത് കൊണ്ട് അവൻ ദൈവപുത്രനും മനുഷ്യപുത്രനുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ മാനുഷിക രീതിയിൽ ഒരു അനുകമ്പ ഉണ്ടാകുമായിരുന്നു. എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഒരു കഷ്ടതയെ സംബന്ധിച്ച് പറയുമ്പോൾ മുഖത്തിലടിച്ച് വർത്താനം പറയുന്ന ആരെയാണ് നമുക്ക് ഇഷ്ടം? അല്ലെങ്കിൽ അത് അങ്ങനെ
പറയുമ്പോൾ ആർക്കാണ് അവരോട് താല്പര്യം ഉണ്ടാകുന്നത്? പത്രോസ് പറയുകയാണ്, അരുത് കർത്താവേ. കൂടെ നിന്നതായ മറ്റുള്ള ശിഷ്യന്മാർ മൗനമായിരുന്നപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റിട്ട് പറയുന്നു, ഒരിക്കലും അങ്ങനെ അരുത്. തോളത്ത് തട്ടിയിട്ട് യേശു പത്രോസിനോട് പറയുമായിരുന്നു, എടാ, ഈ 11 പേരും 12 പേരിൽ 11 പേരും മൗനമായിരുന്നപ്പോൾ എന്നോട് നിനക്ക് ഇത്രമാത്രം സ്നേഹമാണോ എന്ന് കെട്ടിപ്പിടിച്ച് പത്രോസിനെ ഒന്ന് തട്ടിക്കൊടുത്ത് തന്നെ അഭിനന്ദനം അല്ലെങ്കിൽ തനിക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം തന്നെ പ്രമോദിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ തന്നെ അഭിനന്ദിക്കാമായിരുന്നു. യേശു അത് ചെയ്തിട്ടില്ല. യേശു ഉടനെ തിരിഞ്ഞ് പത്രോസിനെ നോക്കിയിട്ട് പറയുകയാണ്, എന്നെ വിട്ടു പോ സാത്താനെ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് രീതിയിൽ ശത്രു കടന്നു വരുന്നു എന്ന് യേശുവിന് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞപ്പോൾ ആ തിരിച്ചറിഞ്ഞതായ സമയത്ത് ഉടനെ ആ സാത്താനീയ ശക്തിയെ ഫൽസിച്ചത് കൊണ്ട് ദൈവഹിതത്തിൽ നിന്നും ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവികമായ തീരുമാനത്തിൽ നിന്നും യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ സാത്താൻ ഒരുക്കിയതായി കെണിയിൽ യേശു പെട്ടുപോയിട്ടില്ല. ആ സാത്താനീയ ശക്തിയെ യേശു അവിടെ തന്നെ ഫൽസിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ സമയം നമുക്ക് എത്ര പേർക്ക് ഈ തിരുവെഴുത്ത് മനസ്സിലായിട്ടുണ്ട്? മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം. ദൈവ ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലോചനയിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കളയുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ എതിർക്കണം എന്ന് പത്രോസ് പറയുന്നത് അതുകൊണ്ടാണ്. അവനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ വന്നത് പത്രോസിലൂടെ വന്നത് വിഴുങ്ങിക്കളയുവാനാണ്. എന്നാൽ മരണത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തിയോടാണ് യേശു ലോകത്തിൽ വന്നത്. അവനെ വിഴുങ്ങുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത് നാം വായിക്കേണ്ടത്, ഈ ദുഷ്ടശക്തിയായ അലറുന്ന സിംഹം പോലെ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ആത്മീക അനുഗ്രഹത്തിനും എതിരെ കടന്നു വരുന്നതായ ശത്രുവിനെ തിരിച്ചറിയുവാനുള്ള വെളിപ്പാട് നാം പ്രാപിച്ചിരിക്കണം. ഏത് രീതിയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി അവനെ തിരിച്ചുവിടുവാൻ, അല്ലെങ്കിൽ അവനെ ശാസിക്കുവാനുള്ളത്, അവനെതിരെ നിൽക്കുവാനുള്ളതായ, അവനെ എതിർക്കുവാനുള്ള ഒരു ആത്മീക വെളിപ്പാട് ഒരു ദൈവ പൈതലിന് ആവശ്യമാണ്. എങ്കിൽ ശത്രുവിനെ നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും. പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യം പൂർണ്ണമായി നാം വായിക്കുമ്പോൾ പത്രോസ് അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അല്ലെ കണ്ടും കേട്ടും ഉള്ളതായ കാര്യമല്ല. സാത്താനോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചു നോക്കാം. ആ വേദഭാഗം വായിച്ചാട്ടെ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന്. യോർദാന്റെ വൻകാട്ടിൽ സിംഹമുണ്ട്. ആത്മീകമായി മുൻപോട്ട് പോകുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പരീക്ഷകളെ കൊണ്ടുവരുന്ന സിംഹമുണ്ട്. നിങ്ങൾക്ക് വിരോധമായി ഗർജിക്കുന്നതായ അലറുന്നതായ സിംഹം നിങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വരും. എന്നാൽ എങ്ങനെയാണ് അവനെ അതിജീവിക്കേണ്ടതെന്ന് അപ്പോസ്തലനായ പത്രോസിന് പണ്ട് അറിയത്തില്ലായിരുന്നു. എന്നാൽ തനിക്ക് ദൈവം അഭിഷേകത്തിന്റെ ശക്തി നൽകിയപ്പോൾ, ആത്മാവിന്റെ വെളിപ്പാട് താൻ പ്രാപിച്ചപ്പോൾ താൻ ലേഖനത്തിൽ എഴുതി ചേർത്തു, അലറുന്ന സിംഹം പോലെ സാത്താൻ കടന്നു വരുന്നു. അവനെ എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ചില സത്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിന്റെ ആഴത്തിലേക്ക് പോകുവാനുള്ള സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ്. ഒന്നാമത്, ഈ ശത്രുവായ സാത്താൻ നമുക്ക് വിരോധമായി നമ്മെ വിഴുങ്ങുവാനാണ് കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഈ വാക്യം ഒന്നുകൂടെ നാം പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വിഴുങ്ങുന്നതായ ശക്തി ഏതാണ് എന്നുള്ളതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത് അവസാന കാലഘട്ടങ്ങളിൽ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതായ ഒരു ദുഷ്ടശക്തിയാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇത് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇത് ചേർത്ത് പഠിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായവും വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മഹാസർപ്പം അതിന് അധികാരം കൊടുത്തു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. സിംഹം, അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടത് എന്ന് വെച്ച് ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. എതിർത്ത് നിൽക്കുന്നവർക്ക് സാത്താനെ ജയിക്കുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. വിഴുങ്ങുവാൻ വേണ്ടിയാണ്. വെളിപ്പാട് 12-ന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3
അതിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം തിന്നുകളയുവാൻ അല്ലെങ്കിൽ വിഴുങ്ങിക്കളയുവാൻ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള പരിഭാഷകളിൽ വിഴുങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ വിഴുങ്ങിക്കളയുവാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു സർപ്പം ഒന്നിനെ തിന്നുകയല്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. വിഴുങ്ങിക്കളയുന്നതായ ഒരു ആത്മ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഈ സിംഹത്തെ കുറിച്ച് പറയുന്നത്. ആരെ വിഴുങ്ങണമെന്ന് വെച്ച് സിംഹം ഒരിക്കലും സാധാരണ സിംഹം ഒന്നും വിഴുങ്ങിക്കളയുകയില്ല. ഒരു മൃഗത്തെ കടിച്ചു കീറി തിന്നുകളയത്തേ ഉള്ളൂ. അങ്ങനെയാണ്. അല്പം കഴിച്ചിട്ട് പിന്നെ അത് ഇട്ടിട്ട് അങ്ങ് പോകും. എന്നാൽ പൂർണ്ണമായിട്ട് ഒരു മൃഗത്തെ വിഴുങ്ങിക്കളയുന്നത് അങ്ങനെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, ഈ ദുഷ്ടശക്തി ആരെ വിഴുങ്ങണമെന്ന് വെച്ച് ഊടാടി ചുറ്റി നടക്കുന്നു. രണ്ടാമത്തെ അനുഭവം ദാനിയേൽ പ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വേഗത്തിൽ ഞാൻ പറയട്ടെ. ദാനിയേൽ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനത്തിൽ ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ സിംഹത്തിന്റെ ശക്തി ദാനിയേലിന് വിരോധമായി പ്രവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ രാത്രിയിൽ നാം അത് ചിന്തിക്കുവാനിടയായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ വിഴുങ്ങിക്കളയേണ്ടതിന് ഒന്നല്ല രണ്ടല്ല ഒന്നിലധികം സിംഹം തയ്യാറായിരുന്നു. ആ സിംഹത്തിന് ആഹാരം കൊടുക്കാതെ വിശപ്പിച്ചിട്ട് രാത്രി ആ സിംഹത്തിന്റെ മുൻപിൽ കൊണ്ട് ഈ ദാനിയേലിനെ കൊണ്ട് ഇടുമ്പോൾ അവനെ കീറി ഭക്ഷിച്ചു കളയുവാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. ദാനിയേൽ പ്രവചനത്തിൽ ദാനിയേൽ പറയുന്നു, സിംഹം എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. ഞാൻ ഈ വാക്യം പറയുമ്പോൾ അതിനകത്ത് ഈ പ്രധാനപ്പെട്ട ചില വിഷയം പറയുന്നു. ഒന്ന്, വിഴുങ്ങിക്കളയുന്ന ശക്തി. രണ്ട്, നിങ്ങൾക്ക് കേടുവരുത്തുന്നതായ ദുഷ്ടശക്തിയാണ്. വായിക്കാം. അത് ദാനിയേൽ പ്രവചനത്തിൽ ആ ഭാഗം ഒന്ന് വായിച്ചാട്ട്. സിംഹം എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. വായിക്കാം. സിംഹങ്ങൾ ഒന്നിൽ അധികമായ പ്രശ്നങ്ങൾ, ഒന്നിൽ അധികമായ പ്രതികൂലങ്ങൾ, ഒന്നിൽ അധികമായ ശത്രുവിന്റെ ശക്തികൾ ഒന്നും കേടുവരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ അതിനെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന. കഴിഞ്ഞ ഒരാഴ്ചയിൽ 6 ദിവസം 12 പ്രാർത്ഥനയുണ്ടായിരുന്നു. 12 പ്രാർത്ഥനയിൽ ഒരു 2 പ്രാർത്ഥനയെങ്കിലും സംബന്ധിച്ചവർ ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേർ കൈ ഉയർത്തും? സഭയുണ്ട്, കൂട്ടായ്മയുണ്ട്, സഭയുമായിട്ടുള്ള ബന്ധമുണ്ട്. മരിച്ചാൽ അടക്കം ചെയ്യണം. മക്കൾ വിവാഹപ്രായമാകുമ്പോൾ വിവാഹത്തിന് മുൻപോട്ട് വരുമ്പോൾ നടത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി സമുദായം അത് മറ്റുള്ളതായ പള്ളിയിലും ആരാധനയിലും കൂടുന്നവരെ പോലെ പെന്തക്കോസ്ത് സമൂഹവും ഇന്ന് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസഭയ്ക്ക് വരുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ത് പ്രയോജനം ഉണ്ടാകും? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കും? ലോകമെമ്പാടും ദൈവമക്കളും ശുശ്രൂഷകരും ദൈവസന്നിധിയിൽ നിന്ന് സഭയ്ക്കും ദൈവമക്കൾക്ക് വേണ്ടി ഉപവസിക്കുകയും കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ നീ ബിസിനസ്സിന് പോയി, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾക്ക് പോയി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ ഓടി നടക്കുന്നു. ദൈവസഭ നിനക്ക് വേണ്ടി കരയുന്നു. ദൈവം നിന്നോട് ചോദിക്കാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അതിന് ന്യായം പറഞ്ഞ് ഉപായം പറഞ്ഞ് എനിക്ക് ഇന്നതാണ് കാരണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി മുൻപോട്ട് പോകുവാൻ ഒരിക്കലും താല്പര്യപ്പെടരുത്. തെറ്റ് തിരുത്തുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. തെറ്റ് തിരുത്തി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ താല്പര്യപ്പെടുക. ശത്രു ആരെ വിഴുങ്ങണമെന്ന് വെച്ച് ഊടാടി നടക്കുമ്പോൾ ദാനിയേലിന് അറിയാം, തനിക്ക് പരീക്ഷയുണ്ടെന്ന് അറിയാം. ദൈവം ബാബേലിൽ പോയപ്പോൾ തനിക്ക് അങ്ങനെയുള്ള വെളിപ്പാട് നൽകി. നാം ഈ ലോകമാകുന്ന ബാബേലിൽ ആയിരിക്കുമ്പോൾ യഥാർത്ഥ വെളിപ്പാട് പ്രാപിച്ച ദൈവവൈതൽ അവരെ പ്രാർത്ഥന ഒരിക്കൽ അവർ മുടക്കുകയില്ല. അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരായിരിക്കും. നീ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ദൈവത്തെ അറിയാതെ, കൂട്ടായ്മ എന്താണെന്നോ ആത്മീക വെളിപ്പാട് അറിയാതെ ലോക നന്മകളുടെ പിന്നാലെ ഓടിപ്പോയ ഒരിക്കലും ദൈവത്തിന്റെ വിടുതൽ പ്രാപിപ്പാൻ കഴിയുകയില്ല. 127 സംസ്ഥാനത്തിൽ ഏറ്റവും 3 പ്രധാനികളിൽ ഒരു വ്യക്തിയായിട്ട് തനിക്ക് ജോലി ഉണ്ടായിരുന്നു. താൻ ഒരു സാധാരണക്കാരനല്ല. തിരക്കിന്റെ അങ്ങേയറ്റം തിരക്കിന്റെ ഒരു പട്ടിക തനിക്ക് പറയുവാനുണ്ടായിരുന്നു. രാജാവ് തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും താൻ പ്രശംസിക്കുകയോ ആ കാര്യം ഈ കാര്യം ഒന്നും പറയുകയൊന്നും ഇല്ല.
ദൈവത്തിന് സ്തോത്രം. നമ്മെ സംബന്ധിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ജോലി ഉണ്ടെങ്കിൽ, ഒരു പഞ്ചായത്തിലെ മെമ്പറാണെങ്കിൽ എനിക്ക് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു ഓടും. ഒരു സ്കൂളിലെ ഒരു ടീച്ചറാണെങ്കിൽ അത് പറയും, ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ അത് പറഞ്ഞ് എങ്ങനെയെങ്കിലും ദൈവസന്നിധി വരാതിരിക്കാൻ മുടക്കും. എന്നാൽ വിവാഹം മുടക്കിയിട്ടില്ല, ഒരു വിവാഹവും മുടക്കിയിട്ടില്ല. കുടുംബക്കാരോ മറ്റുള്ളവരുടെയോ കുടുംബയോഗം ഒരിക്കലും മുടക്കിയിട്ടില്ല. മറ്റുള്ളതായി യാതൊരു ഫംഗ്ഷനോ ഒരിക്കലും മുടക്കിയിട്ടില്ല. ഡയറി എടുത്ത് എഴുതി വെച്ചിട്ട് ഒരു ഭാഗം എഴുത്. നിന്റെ ഭൗമിക കാര്യത്തിന്, നിന്റെ സ്വന്തം ആവശ്യത്തിന്, നിന്റെ മക്കളുടെ ആവശ്യത്തിന് എത്ര മുടക്കി. എന്നാൽ ദൈവത്തെ മാനിക്കേണ്ടതായ കാര്യത്തിൽ എത്ര കാര്യത്തിൽ നീ ദൈവത്തെ മാനിച്ച്, നീ ആരാണെങ്കിലും ശരി ദൈവസന്നിധിയിൽ തിരുത്തുവാൻ തയ്യാറായാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അല്ലാത്തതായ ഒരു രീതിയിൽ ഉപായം പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഉപദേശിമാർ അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെയാണ് യഥാർത്ഥ സത്യം. പറയേണ്ടത് പറയാതെ ഏതെങ്കിലും പറഞ്ഞു പോകുവാനല്ല ദൈവം ഞങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സിംഹം വിഴുങ്ങിക്കളയാതിരിക്കേണ്ടതിന് ദാനിയേലിനെ ദൈവം ഉണർത്തി. എന്തിനു വേണ്ടി? ദൈവത്തിന് സ്തോത്രം. കേടുവരുത്തുന്ന ശക്തി നിനക്ക് കെണി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കേടുവരുത്തുന്ന ശക്തികൾ നിനക്ക് വിരോധമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ വിശന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ആരെ കേടുവരുത്തണമെന്ന് വെച്ചിട്ട്. ദൈവത്തിന് സ്തോത്രം. ദാനിയേലേ, നീ ഉണർന്ന് യെരൂശലേമിനെ നേരെ കിളിവാതിൽ തുറന്ന് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ദൈവം തന്റെ ആത്മാവിൽ ഉണർത്തിയപ്പോൾ, രേഖ എഴുതിയാലും എഴുതിയില്ലെങ്കിലും ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. തെറ്റ് തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ രണ്ട് കരങ്ങളെ ഉയർത്തി, തെറ്റിപ്പോയ കർത്താവ്, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള പ്രാർത്ഥന ഞാൻ മുടക്കുകയില്ല. ഊഹാപോഹം പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. കഴുത്തിനിട്ട് ദൈവം പിടിക്കാനും അല്ലെങ്കിൽ കൊളുത്തിട്ട് പിടിക്കാനും ദൈവത്തിന് അറിയാം. മിടുക്കൊന്നും ദൈവസന്നിധിയിൽ എന്റെയും നിങ്ങളുടെ ആരുടെയും മിടുക്കൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പറഞ്ഞാട്ട്, തെറ്റിപ്പോയി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് കാണിച്ച കരുണയാണ് ഇത്രത്തോളം നമ്മെ നടത്തിയത്. അതുകൊണ്ട് കരമുയർത്തി ദൈവത്തോട് ദൈവസഭയായിട്ട് നമ്മുടെ തെറ്റുകളെ സംബന്ധിച്ച് പറയാം, കർത്താവ് എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ ഇത് ആവർത്തിക്കുകയില്ല, അത് ആവർത്തിക്കുകയില്ല. സിംഹം എനിക്ക് കേടുവരുത്തരുത്. എന്റെ കുഞ്ഞുങ്ങളെ ദുഷ്ടശക്തികൾ തുടരുത്. എന്റെ ഭവനത്തെ ദുഷ്ടശക്തികൾ തുടരുത്. അത് യാതൊരു കേടും വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നം വന്നപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥിക്കാൻ പോയത്. കഷ്ടത വന്നപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥിക്കാൻ പോയത്. നമ്മളെല്ലാം വീടുകളിൽ ഉപവാസ പ്രാർത്ഥനയും വീട്ടുപ്രാർത്ഥനയൊക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ചിലർ സാക്ഷ്യം പറയുമ്പോൾ വണ്ടി ഒന്ന് സ്കിറ്റാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതിലിനിട്ട് ഇടിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടിക്കുന്നത് പോലെ ഒന്ന് പോകണം, അല്ലെങ്കിൽ ബാത്റൂമിൽ ഒന്ന് വീഴണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാലേ സാക്ഷ്യം പറയുകയുള്ളൂ. അല്ലാതെ സുഖമായിട്ട് ദൈവം നടത്തി, എന്നെ അത്ഭുതമായി നടത്തി, എന്റെ യാത്രയിൽ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് യഥാർത്ഥമായ സാക്ഷ്യം. കർത്താവ് എന്നെ സൂക്ഷിക്കുകയുണ്ടായി. എത്ര പേര് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പറയാണ്, സിംഹം എനിക്ക് കേടുവരുത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ബാബേലിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആർക്കാണെന്ന് ചോദിച്ചാൽ, രാജാവ് സിംഹത്തിന്റെ ഗുഹയുടെ മുൻപിൽ വന്നിട്ട് പറയുകയാണ്, ദാനിയേലേ, ഇടപെടാതെ സേവിക്കുന്നതായ നിന്റെ ദൈവം നിന്നെ വിടുവിക്കുവാൻ പ്രാപ്തനായ. ദൈവത്തിന് സ്തോത്രം. മറുപടി വരുമോ ദാനിയേലിന് മറുപടി പറയുവാൻ സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം രാജാവിന് അറിയാം. അതിനു മുമ്പ് ഒരിക്കലും രാജാവ് അവിടെ പോയി നിന്നിട്ടില്ല. എന്നാൽ രാജാവിന് അബദ്ധം പറ്റിയെന്ന് രാജാവിന് അറിയാം. അബദ്ധം രാജാവിന് പറ്റാം, അബദ്ധം രാജാവിന് സംഭവിക്കാം. അവനെ രക്ഷിക്കുവാൻ, അവനെ വിടുവിക്കുവാൻ ആഗ്രഹിച്ച രാജാവിന് അബദ്ധം പറ്റിയെന്നാൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചതായ ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റുകയില്ല. അവൻ നിനക്ക് കേടുവരുത്തുകയില്ല. അവൻ നിന്നെ സംരക്ഷിക്കും. നമ്മുടെ ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ നീതിയുള്ള ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവരാരാണെന്നും പ്രാർത്ഥിക്കാത്തവരാരാണെന്നും, ദൈവത്തെ വിളിക്കുന്നവരാരാണെന്നും ദൈവത്തെ വിളിക്കാത്തവരാരാണെന്നും, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരാരാണെന്നും ദൈവസന്നിധിയിൽ കരയുന്നവരാരാണെന്നും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഹിസ്കിയാ രാജാവിനോട് പറഞ്ഞത്, യെശയ്യാവിനോട് പറഞ്ഞു, അവന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഏത് മുറിയിൽ നിന്നും നീ കരയുന്നുവോ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാണുന്ന ഒരു ദൈവമുണ്ട്.
അവൻ ഒരു സാധാരണ ദൈവമല്ല, അവൻ സകലത്തെയും അതുപോലെ അറിയുകയും കാണുകയും ചെയ്യുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും നിനക്ക് കേടുവരുത്തുവാൻ ഒരിക്കലും ഒരു ശത്രുവിനെയും അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സിംഹം നമുക്ക് കേടുവരുത്തുന്നതായ ദുഷ്ടശക്തികളാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ യോർദാന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. യോർദാന്റെ വൻകാട്ടിൽ സിംഹമുണ്ട് എന്ന് പറഞ്ഞതായി തിരുവെഴുത്തിനോട് ചേർന്ന് ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതിനെക്കുറിച്ച് വേറെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. യോർദാനെ എങ്ങനെ നമുക്ക് കടക്കുവാൻ സാധിക്കും? അത് ആർക്ക് കഴിയും? തിരുവെഴുത്തിലേക്ക് നമുക്ക് വരാം. സംഖ്യാപുസ്തകം 32-ാമത്തെ ആയത്തിന്റെ 26-ാം വാക്യവും ഒന്ന് വായിച്ചു നോക്കിയിട്ട് 26-ന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ യോദ്ധാക്കൾ അല്ലെങ്കിൽ യുദ്ധവീരന്മാർ യോർദാനെ കടന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആ വേദഭാഗം ഒന്ന് വായിക്കാം. 26-ന്റെ 21 സംഖ്യാപുസ്തകം. യോദ്ധാക്കൾ അല്ലെങ്കിൽ യുദ്ധവീരന്മാർ യോർദാനെ അവർ കടന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിരോധമായിട്ട് കടന്നു വരുന്നതായ വായിച്ചാട്ട് 32-ന്റെ 21 സംഖ്യാപുസ്തകം 32-ന്റെ 21 വേഗമായി. യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവ തന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെ നീക്കി കളയുവോളം നിങ്ങൾ എല്ലാവരും അവന്റെ മുൻപാകെ യുദ്ധസന്നദ്ധരായി യോർദാൻ അക്കരെ കടന്നു പോകുന്നു. യുദ്ധസന്നദ്ധരായി നിങ്ങൾ യോർദാൻ അക്കരെ കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. യോർദാനെ കടക്കുന്നത് ആരാണ്? യുദ്ധസന്നദ്ധരായി പോകുന്നവർ. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ യുദ്ധസന്നദ്ധർ എന്ന് പറയുന്നവർ? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ചില വാക്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന്, എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യവും 12-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു യോദ്ധാവായി നാം മാറേണ്ടതിന്, യുദ്ധത്തിൽ നമ്മൾ തയ്യാറെടുക്കേണ്ടതിന്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോടും, സ്വർലോകത്തിലുള്ള ദുഷ്ടാത്മ സൈന്യത്തോട് നമുക്ക് പോരാട്ടമുണ്ട്. ആ യുദ്ധത്തെ നാം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ചില വ്യാഖ്യാനം അവിടെ പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ വീടുകളിൽ വായിച്ചാട്ട് 6-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ ഒന്ന് വേഗം വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. ദൈവത്തിന്റെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു യുദ്ധം ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവമക്കൾക്ക് യുദ്ധമുണ്ട്. അതിനവർ യുദ്ധസന്നദ്ധരായിട്ട് യോദ്ധാക്കളായിട്ട് അവർ മുൻപോട്ട് പോകണം. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മീക വെളിപ്പാടാകുന്ന ആയുധങ്ങളെ ധരിച്ചവർ അവർ ധൈര്യത്തോട് മുൻപോട്ട് പോയി അവർ ശത്രുവിനെ ജയിച്ച് അവർ യോർദാൻ കടന്ന് മറുകരയിലേക്ക് അവർ കടന്നു പോകും. യോർദാൻ എത്ര ശക്തിയായി ഒഴുകിയാലും യുദ്ധസന്നദ്ധർ മറുകരയിലേക്ക് പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് 2-ന്റെ 1-ാം വാക്യം വായിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെടാൻ പറഞ്ഞിട്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് 23-ാം വാക്യം ഒന്ന് വായിക്കാം. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. തൊട്ട് അടുത്ത 3-ാം വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിന് നല്ല പടനായിട്ട് നീ എന്നോടുകൂടെ നീ കഷ്ടം സഹിക്കും. നീ ഒരു പടയാളിയാണ്, നീ ഒരു യോദ്ധാവാണ്, നീ ഒരു യുദ്ധം ചെയ്യേണ്ട വ്യക്തിയാണ്. നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. നിനക്ക് അഭിഷേകവും ദൈവശക്തിയും ദൈവകൃപയും ആത്മീക വെളിപ്പാടും വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയാകുന്ന എല്ലാ ആത്മീക ആയുധം ദൈവം നിന്നെ ധരിപ്പിച്ച് ശത്രുവിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പരാജയപ്പെട്ടു പോകുവാനല്ല, അവനോട് യുദ്ധം ചെയ്ത് ജയാളിയായി തീരുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. യോർദാനെ കടക്കേണ്ടതിന് അവർ യുദ്ധസന്നദ്ധരായി അവർ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെയാണ് ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതെന്ന് 1-ന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, കൊലോസ്യർക്ക് ലേഖനം 1-ന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, അതിനാൽ എന്നിൽ
ശക്തിയായി വ്യാപരിക്കുന്ന അവന്റെ ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമ്മുടെ ബലം കൊണ്ട് നമുക്ക് പോരാടി ജയിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. അതിനാണ് ദൈവമക്കൾക്ക് അഭിഷേകവും കാത്തിർപ്പയോഗവും ഒക്കെ ദൈവം തന്നിരിക്കുന്നത്. അല്ലാതെ ആഴ്ചയിൽ വന്നിട്ട് തല കുളിക്കിട്ട് പോയാൽ അവിടെ കിടന്ന് ഉരുളുകയേ ഉള്ളൂ. ഒരു പ്രശ്നത്തിന് മുമ്പ് നേരെ നീക്കാൻ പറ്റുകയില്ല. ബുദ്ധിയും അറിവെല്ലാം മുങ്ങിപ്പോകും. മിടുക്കും കഴിവൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കയ്യും കാലും കൂട്ടിയടിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിന് 107 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് പ്രതികൂലം വന്നപ്പോൾ, കൊടുങ്കാറ്റ് ഉണ്ടായപ്പോൾ, കപ്പലിൽ യാത്ര ചെയ്ത് സമുദ്രത്തിൽ യാത്ര ചെയ്ത് വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്നവർ കൊടുങ്കാറ്റ് അടിപ്പിച്ചപ്പോൾ ആഴത്തിലേക്ക് താണു, ഉയരത്തിലേക്ക് പൊങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ പറയുന്നു അവരുടെ ബുദ്ധി പോയി. ദൈവത്തിന് സ്തോത്രം. അത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് അടിച്ചാൽ, ഒരു കാറ്റടിച്ചാൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മാത്രമേ എനിക്കും എൻ്റെ ജീവിതത്തിനും എൻ്റെ കുടുംബത്തിനും ഉള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ കരുണയാണ് എന്നെ നടത്തുന്നത് എന്ന് തീരുമാനിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ സമ്പന്ന രാജ്യമെന്ന് അറിയപ്പെടുന്നവരൊക്കെയും മുങ്ങി അത് ഇല്ലാതെയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നിനെ ഉയർത്താനും ഒന്നിനെ താഴ്ത്തുവാനും എനിക്ക് കഴിയുമെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ചിലതിനെ താഴ്ത്തി കളയേണ്ടതിനും ചിലതിനെ ഉയർത്തേണ്ടതിനും ദൈവത്തിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോ ദൈവമക്കളും ജീവിക്കുവാൻ. ശുശ്രൂഷകരായി ഞാനും അത് തന്നെയാണ് ഈ തിരുവെഴുത്ത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലും ആ ഭയത്തോട് തന്നെയാണ് ഞാനും പറയുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവശക്തിക്ക് ഒത്തതുപോലെ നമുക്ക് പോരാടിക്കൊണ്ട് അധ്വാനിക്കാം. രണ്ടാമത്, ആർക്കാണ് യോർദാനെ കടക്കുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലേ നീ യോർദാനെ കടക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ അവകാശം പ്രാപിക്കേണ്ടതിന്, നിന്റെ ജീവിതം സ്വസ്ഥമായി തീരേണ്ടതിന് നീ യോർദാൻ കടക്കണം. എന്നാൽ യോർദാൻ കടക്കണമെങ്കിൽ നീ ഒരു ആത്മീക യോദ്ധാവായി മാറണം. ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തെ പുതുക്കിക്കൊള്ളണം. ആത്മീക ആയുധങ്ങളെ എടുത്തുകൊള്ളണം. അല്ലാതെ പോയി അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ഉറക്കം തൂങ്ങി അവിടെ നിന്നാൽ ശത്രു നിന്നെ കീഴ്പ്പെടുത്തിക്കളയും. അതുകൊണ്ട് നിന്റെ ആയുധങ്ങളെ നീ സംരക്ഷിച്ചു കൊള്ളണം. രണ്ടാമത്, ഇസ്രായേലിനോട് പറയാണ്, ഇസ്രായേലേ നീ യോർദാനെ കടക്കും. വായിക്കാം, ആ ഭാഗം വായിച്ചാട്ടെ. ഇസ്രായേലേ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലേ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടക്കും. ദൈവത്തിന് സ്തോത്രം. യോർദാൻ കടക്കുവാൻ ഇസ്രായേലിന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ആരാണ് ഇസ്രായേൽ? ഉൽപ്പത്തി പുസ്തകം 32-26 വാക്യം വായിക്കുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ കണ്ടുണർന്ന് കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നതായ അപാകതകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞകാല ജീവിതത്തിൽ ഉയർച്ചയും നന്മയൊക്കെ തനിക്ക് കിട്ടിയെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്ന്, ഇത് ഒരിക്കലും എൻ്റെ ജീവിതത്തെയോ എൻ്റെ കുടുംബത്തെയോ സംരക്ഷിക്കുവാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ യാബോക്ക് എന്നതായ കടവ് കടന്ന് ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചവനുണ്ടല്ലോ, അവനാണ് ഇസ്രായേൽ എന്ന പേരിന് യോഗ്യനായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രശ്നങ്ങളെ നമുക്ക് കടക്കുവാൻ കഴിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചതിനെ സമ്മതിച്ച് ഒരു പുതിയ ജീവിതം നയിക്കുവാനുള്ള തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ യോർദാൻ പോയിട്ട്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ നാട്ടിൻപുറത്തുള്ളതായ ചെറിയ ഒരു ഓട പോലും അല്ലെങ്കിൽ ഒരു ചെറിയ തോട് പോലും കടക്കാൻ നമുക്കാർക്കും പറ്റത്തില്ല. കയ്യും കാലും കൂട്ടിയിടിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാമോ? യോർദാന്റെ മുൻപിൽ ചെന്നാൽ ഏതോ ഒരു മനുഷ്യനും ഭയപ്പെട്ടു പോകും, ഏതോ ഒരു മനുഷ്യനും വിഷമിച്ചു പോകും. അത്രയും ശക്തിയുള്ളതാണ്. ഇവിടെ നാം വായിക്കുന്നു, ഇസ്രായേലേ ഇന്ന് നീ യോർദാൻ കടക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിന്റെ കാര്യം? അപ്പാ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇത്രയും നാൾ ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി. ലാബാന്റെ ഭവനത്തിൽ ചെന്ന് വർഷങ്ങളായി ജോലി ചെയ്തു, അല്ലെങ്കിൽ വിദേശത്തോ
ഏതെങ്കിലും രാജ്യങ്ങളിലോ ഈ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ചെന്ന് നിങ്ങളായിരുന്ന മേഖലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പല അധ്വാനവും കഷ്ടപ്പാടിൽ കൂടെ നന്മയൊക്കെ നേടിയെടുത്തു. എന്നാൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാക്കോബിനെ പോലെ ഇതൊന്നും എന്നെ സംരക്ഷിക്കുകയില്ല, ഇതൊന്നും എനിക്ക് സ്വസ്ഥത നൽകുകയില്ല. ഈ അനുഗ്രഹം, ഈ നന്മ, ഈ ഉയർച്ച തനിക്ക് ലഭിച്ചുവെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്ന് തനിക്ക് എന്നും ബോധ്യപ്പെട്ടുവോ അന്നാണ് ദൈവസന്നിധിയിൽ താൻ മുട്ടുമടക്കിയത്. ലോകത്തിലെ നന്മയും ലോകത്തിലെ അനുഗ്രഹവും ഏറ്റവും വലിയതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ആരുമായാലും ഒരിക്കലും അത് സാധിക്കത്തില്ല. യാക്കോബ് അങ്ങനെ മുട്ടുമടക്കിയതായി ബൈബിളിൽ അതിനു മുൻപ് നാം കാണുന്നില്ല. എല്ലാം തനിക്ക് ലഭിച്ചു, എന്നാൽ പ്രശ്നങ്ങൾ കൂടെ കൂടെ തന്നെ അലട്ടുന്നു. ഒരു ഭാഗത്ത് ലാബാൻ തന്നെ അനുഗമിക്കുന്നു, മറുഭാഗത്ത് തന്റെ സഹോദരനായ ഏശാവ് തന്നെ കൊന്നൊടുക്കുമെന്നതായ രീതിയിൽ ഇപ്പുറത്തു കൂടെ കടന്നു വരുന്നു. മുമ്പും പുറവും തന്റെ ജീവിതത്തിൽ ഞെരുക്കം മാത്രം. എന്നാൽ ധാരാളം നന്മയുണ്ട്, ധാരാളം അനുഗ്രഹമുണ്ട്, എന്തിന് കുറവുണ്ട്? താൻ തന്നെ പറയുകയാണ്, വെറും കൈയോട് പോയി ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. എന്നാൽ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ? ഒന്നുമില്ല. ആകപ്പാട് തകർച്ച മാത്രം. എപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, യാബോക്ക് എന്നതായ കടവിൽ എത്തിച്ചേർന്നപ്പോൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ, ജീവിതത്തിൽ അതേ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവത്തെ കൂടാതെ എനിക്ക് ഇനി മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ശരിയായി ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്നവർ. ആ ഇസ്രായേലിനാണ് യോർദാൻ കടക്കുവാനുള്ള ആന്തരികമായ ബലമുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മുടെ കരമുയർത്താം. ഈ വചനം കേട്ടപ്പോൾ എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ താല്പര്യമുണ്ട്? ഇതുവരെയും ഉള്ളതായ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായതായ കഷ്ടതയോ ഉയർച്ചയോ എന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും ശാശ്വതമല്ല. കർത്താവെ തീരുമാനിക്കുന്നു, ഇനി ഞാൻ മുട്ടുമടക്കിക്കൊള്ളാം, ഇനി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ താഴ്ത്തിക്കൊള്ളാം, ഇനി ഞാൻ മുൻപോട്ടുള്ളതായ യാത്രയിൽ അങ്ങയുടെ ശക്തി കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഞാൻ മുൻപോട്ട് പോവുകയുള്ളൂ. പിതാവ് എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഭൗമികമായി ചില നന്മ നേടിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. ഇല്ല, അതൊന്നും എനിക്ക് നേടിയില്ല. ഞാൻ ഒരു അവിവാഹിതനായിരുന്നു, വിവാഹം കഴിച്ചാൽ എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിച്ചു. അതും ഇല്ല. ഭാര്യയും മക്കളെല്ലാം ഉണ്ട്, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഉണ്ടായിട്ട് അവർക്കാർക്ക് തന്നെ സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടില്ല. തീരുമാനമെടുത്തു, മുട്ടുമടക്കുവാൻ തീരുമാനമെടുത്തു. അവരെല്ലാം മറുകരയിൽ കൊണ്ടിരുത്തിയിട്ട് താൻ ഏകനായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതിന് നിന്റെ കുടുംബക്കാർക്കോ, നിന്റെ മക്കൾക്കോ, നിന്റെ ഭാര്യയ്ക്കോ, നിന്റെ കുടുംബത്തിലുള്ള ആർക്കും സാധ്യമല്ല. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇസ്രായേലേ, നീ യോർദാനെ കടക്കും. ആരാണ് ഇസ്രായേൽ? ഒന്ന്, പ്രാർത്ഥിക്കുന്നവരാണ് ഇസ്രായേൽ. ആരാണ് ഇസ്രായേൽ? 23:9 വാക്യം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകത്തിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നു, തനിച്ച് പാർക്കുന്നവരാണ് യഥാർത്ഥമായി ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വേറുപാടിന്റെ ഉപദേശത്തിൽ, വേറുപാടിന്റെ ജീവിതത്തിലേക്ക് വരുന്നവരാണ് യഥാർത്ഥമായി ഇസ്രായേൽ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, ഇസ്രായേൽ തനിച്ച് പാർക്കുന്ന ജനം. 23:9 വാക്യം ഒന്ന് വായിച്ചാട്ടെ, സംഖ്യാപുസ്തകം വേഗം വായിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നു, ഇസ്രായേലിന് വിരോധമായി ആഭിചാരമോ മന്ത്രവാദം ഇതൊന്നും ഫലിക്കില്ലെന്ന്. ഇത് ഏതെങ്കിലും പോകുമ്പോൾ ഒരു നാരങ്ങ കണ്ടാൽ പേടി, ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും തലമുടി കണ്ടാൽ പേടി, ഒരു മഞ്ഞൾ കണ്ടാൽ പേടി. പിന്നെ സ്തോത്രവും പ്രാർത്ഥനയും അഭിഷേകവും ആത്മനിറവും അല്ലേലിയയും എല്ലാം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഒന്നും ഇല്ലാത്തതായ ഒരു വീടിന്റെ, ഒരു പെന്തക്കോസുകാരന്റെ വീടിന്റെ വാതിൽക്കൽ കൊണ്ട് ഒരു നാരങ്ങയും അല്പം കുങ്കുമവും ഒക്കെ ചേർത്ത് നമ്മൾ തന്നെ ഒന്ന് മുറിച്ച് വെച്ചിട്ട് വന്നാൽ മതി. പിറ്റേ ദിവസം തൊട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നറിയാമോ? ഇതിനെല്ലാം പേടിയാണ്. ദൈവത്തിന് സ്തോത്രം. പേടിയും പ്രാർത്ഥനയും സ്തോത്രവും അതനുസരിച്ച് അന്നത്തെ യാത്രയിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായിട്ടുണ്ടോ? തീർന്നു. എന്നാൽ യഥാർത്ഥമായി ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ തനിച്ച് പാർക്കുന്നവനാണ്. അവൻ കാട്ടുപോത്തിന് തുല്യമായി ബലമുള്ളവനാണ്. അവൻ സിംഹം പോലെയും സിംഹി പോലെയും എഴുന്നേൽക്കുന്ന ഇറപിടിക്കുവാൻ അവനെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. ദൈവമക്കളെ, നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നീ ഒരു ഇസ്രായേലാണെന്ന ഒരു വെളിപ്പാട് നിനക്കുണ്ടായിരിക്കണം. അക്ഷരീയമായ ഇസ്രായേൽ ഇത്രമാത്രം ഒരു സംരക്ഷണയും ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ ആത്മീക ഇസ്രായേലായി നിന്നെ
ഒരു ശക്തിക്കും തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ആരാണ് ഇസ്രായേൽ എന്ന് പറയുന്നവർ? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി സമ്മതിക്കുന്നവർ. രണ്ടാമത് ഇസ്രായേൽ എന്ന് പറയുന്നവർ തനിച്ച് പാർക്കുന്നവരാണ്, വേറുപാടിന്റെ ഉപദേശത്തിൽ ജീവിക്കുന്നവരാണ് ഇസ്രായേൽ. അവരെയും ഇവരെയും കൈകോർത്ത് അവരോട് ഇവരോടും ചേർന്ന് ജീവിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നന്മകളെ നഷ്ടപ്പെടുത്തി കളയാതെ നീ ഒരു ഇസ്രായേലായി ഒരു വേറുപാടിന്റെ ഉപദേശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. മൂന്നാമത് 23-21 വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കാം 23-21 വാക്യം. സംഖ്യാപുസ്തകം എടുത്ത് വായിച്ചാട്ടെ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ. തിന്മ കാണുവാനില്ല, കഷ്ടത ദർശിപ്പാനില്ല. നോക്കിയിട്ട് ഒന്നുമില്ല. എന്താ കാരണം? ഇസ്രായേലിന്റെ കൂടെ ആരുണ്ട്? അവന്റെ ദൈവമുണ്ട്. നിനക്ക് ഒരു തിന്മയും ഉണ്ടാകത്തില്ല, ഒരു ദോഷവും ചെയ്യുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ യഥാർത്ഥമായി ഇസ്രായേലായി മാറുവാൻ തീരുമാനമെടുത്താൽ മതി. യോർദാനെ നീ കടക്കണോ? നിനക്ക് പരീക്ഷ വന്നിട്ട് കടക്കാൻ പറ്റാതെ പലപ്പോഴും പതച്ചും നിരാശപ്പെട്ടും അധൈര്യപ്പെട്ടും നീ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ഒന്ന് നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താട്ടെ. ദൈവത്തിന് സ്തോത്രം. അതെ, ഇസ്രായേലേ, നീ യോർദാൻ കടക്കും. യോദ്ധാവായ അല്ലെങ്കിൽ പുരുഷന്മാർ അവർ യോർദാൻ കടന്നു. മൂന്നാമതായിട്ട് ഞാൻ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദും അവനോട് കൂടെ ഇരുന്നവരും യോർദാൻ കടന്നു എന്ന് നമുക്ക് കാണാം. വായിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 17-22 വാക്യം. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. ഉടനെ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നവർ യോർദാൻ കടന്നു. തനിയെ കടക്കാൻ പറ്റുകയില്ല. ഒന്ന്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ദാവീദും അവന്റെ കൂടെയുള്ളവർ യോർദാൻ കടന്നു. ദാവീദിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒന്ന്, ദാവീദ് ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം കാണാപ്പാടമായിട്ട് നാം പഠിച്ചിട്ടുണ്ട്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് ദാവീദ് സമ്മതിച്ചു. ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതലാണോ? നിനക്ക് ഏതു യോർദാൻ നിന്റെ മുൻപിൽ ഒഴുകിയാലും നീ കടന്നിരിക്കും. ദൈവം എന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നീ മറുകരയിൽ പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഓർഫനേജ് നടത്തുന്നതായ ഒരു മാതാവ്, ശത്രുക്കളുടേതായ ഭയങ്കരമായ പ്രതികൂലമുണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങൾ കുറെ പേർ അവരുടേതായ ഓർഫനേജിൽ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആത്മീകമായിട്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന, തന്റെ ജീവിതം തന്നെ അതിനായി സമർപ്പിച്ചതായ ഒരു നല്ല ഒരു മാതാവ്. ദൈവത്തിന് സ്തോത്രം. പ്രശ്നമുണ്ടായി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് അവർ തീരുമാനിച്ചു. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് അവർ ഓടിയെത്തിയത് ഒരു ശക്തിയായി ഒഴുകുന്നതായ ഒരു നദിയുടെ തീരത്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ അക്കരെ കടക്കുവാൻ യാതൊരു സാധ്യതയില്ല. നേരം വൈകി, ഇരുട്ടായി തുടങ്ങി. കുഞ്ഞുങ്ങൾ ഒപ്പമുണ്ട്. മറുകരയിൽ പോയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവരവിടെ ചെന്നിട്ട് ഒരു മാർഗവും ഇല്ല. കുറെ സമയം അവർ നോക്കി, സഹായിപ്പാൻ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്നതായി കുഞ്ഞുങ്ങൾ ഈ അമ്മയോട് പറയുകയുണ്ടായി. പലപ്പോഴും തിരുവചനത്തിൽ നിന്ന് ഈ കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം യോർദാൻ കടന്ന അനുഭവത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൊച്ചു ചോദിച്ചു, ദൈവത്തിന് നമ്മെയും ഈ നദി കടത്തി അക്കരയ്ക്ക് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. അമ്മ പറഞ്ഞ് തീർച്ചയായിട്ടും സാധിക്കും. ദൈവത്തെ കൊണ്ട് അത് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളോടൊപ്പം ആ നദീതീരത്ത് ആരുമില്ലാത്തതായ ആ സാഹചര്യത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു 3 പേര് ബോട്ടുമായിട്ട് ഈ കുഞ്ഞുങ്ങളെ മറുകരയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ പറ്റുന്നതായ ഒരു ബോട്ടുമായിട്ട് ആ കരയിൽ അല്ലെങ്കിൽ ആ ആറിന് തീരത്ത് അവർ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ തീരത്ത് വന്നപ്പോൾ ഇവർ കണ്ണു തുറക്കുന്നത് അതാണ് കാണുന്നത്. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. അവരെ മറുകരയിലേക്ക് കൊണ്ടുപോയി. മറുകരയിൽ കൊണ്ടുപോയി കുറെ ദൂരം ഒരു സുരക്ഷിതമായ സ്ഥലത്ത് കൊണ്ട് അവരെ ആക്കുന്ന സമയം വരെയും ആ ബോട്ട് കൊണ്ടുവന്നതായ അല്ലെങ്കിൽ ആ പടക് കൊണ്ടുവന്നതായ ആ പുരുഷന്മാർ അവിടെ കൂടെ യാത്ര ചെയ്തു വന്നു.
ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അവർ എത്തി. അവർക്കായി ഒരുക്കിയതായ ഒരു വീട്, ഒരു ഭവനത്തിലേക്ക് അവർ എത്തി. കുഞ്ഞുങ്ങളെല്ലാം അകത്താക്കിയിട്ട് ഈ അമ്മ പുറത്തു വന്ന് അവർക്കൊരു നന്ദി പറയാമെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ അപ്രതീക്ഷിതമായി മാറി. അവരെ കാണുവാനില്ല. ദൈവം അവരെ സംരക്ഷിക്കേണ്ടതിന് പ്രാർത്ഥിച്ചപ്പോൾ ദൂതന്മാരെ അയച്ചു. നിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ ദൈവമാണ് നിന്നെ നടത്തുന്നത് എന്നുള്ളതായി വെളിപ്പാട് നിനക്കുണ്ടോ എങ്കിൽ നിന്നെ മറുകരയിൽ കൊണ്ടുപോകുവാൻ ദൈവം നിനക്ക് ദൂതന്മാരെ അയക്കും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യോർദാനെ ആർക്ക് കടക്കുവാൻ സാധിക്കും? ദൈവം കൂടെയുള്ളവർക്ക് കടക്കാം. ദൈവത്താൽ നടത്തപ്പെടുന്നവർക്ക് കടക്കാം. അതാണ് ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ നീ നടത്തപ്പെടുമ്പോൾ നീ തീർച്ചയായും ഏത് യോർദാനെ നീ കടന്ന് മറുകരയിലേക്ക് നീ പോയിരിക്കും. ആർക്കും നിന്നെ തടയുവാൻ സാധിക്കത്തില്ല. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ 13:22 വാക്യം, ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് യോർദാൻ കടക്കാം. ദാവീദിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. സഭക്കാരുടെയോ വീട്ടുകാരുടെയോ അപ്പന്റെയോ അമ്മയുടെയോ മറ്റുള്ളവരുടെ സാക്ഷ്യമല്ല. ദൈവം നേരിട്ട് പറയുന്നു, ഈസായുടെ മകനായ ദാവീദിനെ എന്റെ ഹൃദയത്തിന് ബോധിച്ചവനായിട്ട് ഞാൻ കണ്ടു. എന്നിട്ട് അടുത്തതായി പറയുന്നു, അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യുമെന്ന് അവനെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നു. ഏതെങ്കിലും പ്രശ്നം വന്നാൽ നേരെ ചെന്ന് ദാവീദ് മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കും. അമലാക്കിയവൻ തനിക്കുള്ളതെല്ലാം കൊണ്ടുപോയപ്പോൾ ദാവീദ് ഓടി വന്നിട്ട് ആരോടെങ്കിലും പോയി പറയാതെ നേരെ വന്ന് ഏബോത്തെടുത്ത് തനകത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ പോകണോ? അത് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ? ദൈവം പറഞ്ഞു, പോകാൻ പറഞ്ഞു. സകല നഷ്ടവും താൻ മടക്കിക്കൊണ്ടുപോകുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് പലരുടെയും നഷ്ടങ്ങളുടെ സാക്ഷ്യമാണ് പലർക്കും ഉള്ളത്. മടക്കിക്കൊണ്ടുവന്ന സാക്ഷ്യം പലർക്കും ഇല്ല. നീ യോർദാനെ കടക്കണമെങ്കിൽ, പ്രതികൂലങ്ങളെ കടക്കണമെങ്കിൽ, ഒന്ന് നീ ദൈവത്താൽ നടത്തപ്പെടണം, രണ്ട് ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ സംബന്ധിച്ച് താൻ ദൈവത്താൽ നടത്തപ്പെട്ടു, ദൈവ ഇഷ്ടം ചെയ്തു. ദാവീദും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും കടന്നു. അത് ഭവനങ്ങളിലായിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും മറുകരയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദാവീദും അവനോട് ഇരുന്നവരും കടന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ദൈവ ഇഷ്ടത്തിനായി സമർപ്പിച്ചാട്ടെ. അടുത്തതായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവും ഏലിസയും യോർദാൻ കടന്ന് മറുകരയിലേക്ക് പോയി. വായിക്കാം. ഈ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാട്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വായിക്കാം. ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അവർ ഇരുവരും യോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. ഇരുവർ ഒരുമിച്ച് നിൽക്കുന്നു. പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ ഐകമത്യപ്പെടണം. നിങ്ങൾക്കൊരു ഐക്യതയുണ്ടാകണം. ഐക്യതയില്ലാതെ പ്രശ്നങ്ങൾക്ക് മുമ്പ് പോയി നിന്നാൽ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. യോർദാന്റെ മുൻപിൽ ഏലിയാവും ഏലിസയും ചെന്ന് നിൽക്കുന്നു. ആരാണ് ഈ ഏലിയാവ്? ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഒരു സുപ്രഭാതത്തിൽ ഭയത്തിന്റെ ആത്മാവ് തന്നെ പിടികൂടി. ദൈവത്തിന് സ്തോത്രം. താൻ മരുഭൂമിയിൽ ഒരു ദിവസം യാത്ര ചെയ്ത് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചതായ വ്യക്തി ഇപ്പോൾ യോർദാന്റെ മുൻപിൽ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നു. നീ എത്ര നിരാശപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും, കർത്താവ് ഒരു ദിവസം നിന്നെയും എന്നെയും യോർദാന്റെ മുൻപിൽ കൊണ്ട് നിർത്തും. എന്തിനു വേണ്ടി? നാം മറുകരയിൽ ചെല്ലണം. അതുകൊണ്ടാണ് യോർദാൻ കടന്ന് അവർ മറുകരയിൽ ചെല്ലേണ്ടതിന് തന്റെ കയ്യിലുള്ളതായി പുതപ്പ് കൊണ്ട് ഏലിയാവ് ആഞ്ഞടിച്ചപ്പോൾ യോർദാൻ 2-ആയി ഭാഗിക്കപ്പെട്ടു. സമയമില്ലാത്തത് കൊണ്ട് വേഗത്തിൽ പോകുന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുവാൻ ധാരാളം വിഷയങ്ങളുണ്ട്. അവർ മറുകരയിൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാം. അഗ്നിമയമായ രഥങ്ങളും കുതിരകളും വന്ന് പ്രവാചകനായ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഏലിസ പ്രവാചകൻ തനിയെ നിൽക്കുന്നു. തന്റെ ആഗ്രഹം ഒന്നു മാത്രമായിരുന്നു, എന്താണ് എനിക്ക് ആവശ്യം?
നമ്മളാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ദൈവത്തിന് സ്തോത്രം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഭൗമികമായിട്ട് ഇല്ലയോ, അതായിരിക്കും ഒന്നാമത് നമ്മൾ പറയാൻ പോകുന്നത്. എന്നാൽ ഏലിസയെ സംബന്ധിച്ച് അതൊന്നുമല്ല പറഞ്ഞത്. എനിക്കൊരു ഇരട്ടി ശക്തി വേണം. ദൈവത്തിന് സ്തോത്രം. യോർദാനെ കടക്കണമെങ്കിൽ എനിക്കൊരു ഇരട്ടി ശക്തി വേണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയമുള്ളവരെ. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇരട്ടിയായി ശക്തി കിട്ടണമെങ്കിൽ ഏലിയാവ് പറഞ്ഞിട്ട് പോയി, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ എന്റെ മീതെ ഉള്ളതായി പുതപ്പ് നിന്റെ മേൽ വീണാൽ നിനക്ക് ഇരട്ടിയായി ശക്തി കിട്ടും. നമ്മുടെ കണ്ണുകളെ അടച്ച് മുട്ടുമേൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ മീറ്റിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നിന്റെ പ്രശ്നമാകുന്ന, കഷ്ടതയാകുന്ന, നിന്നയാകുന്ന, അവമാനമാകുന്ന, പരിശോധനയാകുന്ന, ബുദ്ധിമുട്ടാകുന്ന, ഞെരുക്കമാകുന്ന യോർദാനെ നീ കടക്കണമെങ്കിൽ ഇപ്പോൾ നീ തനിയെ വന്ന് യോർദാന്റെ മുൻപിൽ നിൽക്കാൻ പോകുന്നു. ഇതുവരെയും ദാവീദിന്റെ കൂടെ നിന്നവരുണ്ട്. ഇസ്രായേൽ ജനം ഒരുമിച്ച് പോയി നിന്നതായ സന്ദർഭമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അത് ഏലീശ പ്രവാചകൻ നിൽക്കുന്നത് ഒറ്റയ്ക്കാണ്, യോർദാന്റെ മുൻപിൽ പോയി നിൽക്കുന്നത്. എന്നാൽ തൻ്റെ മീതെ ഒരു പുതപ്പ് വന്നു. താൻ ആവശ്യപ്പെട്ടു, ഇരട്ടി അഭിഷേകം എനിക്ക് വേണമെന്ന്. നമുക്കും അറിയാം നമ്മുടെ സ്വന്തം ബലം കൊണ്ട് യോർദാനെ കടക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവമക്കൾ മുട്ടുമേൽ നിന്നാട്ടെ, കസാരയിൽ നിന്നാലും എവിടെ ഇരുന്നാലും സ്വന്തം ബലം കൊണ്ട് ഈ ജീവിതം ചെയ്യാൻ പറ്റുകയില്ല എന്ന് സ്വയമായി ബോധ്യപ്പെട്ടവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ മേൽ ആ പുതപ്പ് നിങ്ങളുടെ മേൽ വീഴുന്നതായ ഒരു അഭിഷേകം നമ്മുടെ സഭയിൽ അയക്കട്ടെ. ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് നിങ്ങളെ ആത്മാവിൽ നിറയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും വേണ്ട, അതൊന്നും നിലനിൽക്കുന്നതല്ല. പുതപ്പ് വീണപ്പോൾ തന്റെ മേൽ ഇരട്ടി ശക്തി വന്നു. അത് എങ്ങനെ പരീക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അവൻ യോർദാന്റെ മുൻപിൽ ചെന്നിട്ട് പറയുന്നു, ഏലിയാവിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച് യോർദാനെ ആഞ്ഞടിച്ചപ്പോൾ ആ യോർദാൻ രണ്ടായി ഭാഗിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിഷമിപ്പിച്ച്, നിന്നെ ഭാരപ്പെടുത്തിയ, നിന്നെ നിന്ദിച്ച്, നിന്നെ അവമാനിച്ച് നിനക്ക് മുൻപായി ഒരു വെല്ലുവിളിയായി ഉയർന്നു നിന്നതായ യോർദാന്റെ മുൻപിൽ പോയി നീ നിൽക്കുന്നു. നിനക്കൊരു അഭിഷേകം വേണം, നിനക്കൊരു ദൈവശക്തി വേണം. എങ്കിൽ യോർദാനെ നീ രണ്ടായി ഭാഗിച്ചുകൊണ്ട് നീ മറുകരയിലേക്ക് പോകുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ചില ദൈവമക്കളുടെ മേൽ ഈ പുതപ്പ് ഇന്ന് പകൽക്കാലം എറിഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പല ദൈവമക്കളുടെ മേലും ദൈവത്തിന്റെ ശുശ്രൂഷകരുടെ മേലും ഈ ഇരട്ടിയായ അഭിഷേകത്തെ ദൈവത്തിന് പകരുവാൻ കഴിയുമെന്ന് ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. അവിടെ ഏലീശ പ്രവാചകന് ഒരു കാത്തിരിപ്പ് യോഗം നടത്തിയോ അല്ലെങ്കിൽ വേഗത്തിൽ പാട്ടുപാടിയോ ഡ്രം അടിച്ചല്ല ആത്മാവിന്റെ ശക്തി പ്രാപിച്ചത്. ഇരട്ടി ശക്തി വന്ന് തന്റെ മേൽ വന്ന് വീണതുപോലെ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിന്റെ മേൽ ഒരു അഭിഷേകം വന്ന് വീഴുവാൻ പോകുകയാണ്. ഒരു പുതപ്പ് നിന്റെ മേൽ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ മീതെ ദൈവം നൽകി തരുവാൻ പോകുകയാണ്. ഇനി നിന്റെ കഴിവ് കൊണ്ടല്ല നീ മുൻപോട്ട് പോകുന്നത്, നിന്റെ ബലം കൊണ്ടല്ല ജീവിക്കാൻ പോകുന്നത്. ദൈവം ഇരട്ടി അഭിഷേകം ചില ദൈവമക്കളുടെ മേൽ ഇപ്പോൾ പകർന്നുകൊണ്ടിരിക്കുന്നു.